നമസ്കാരം. ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ PSC ക്ക് UPSC ക്ക് ആർമി ഫോഴ്സ് എയർഫോഴ്സ് തുടങ്ങിയ SSC പോലുള്ള എക്സാമുകൾക്കൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ആളുകൾക്ക് എങ്ങനെയാണ് എല്ലാ ആളുകൾക്കും ഓരോ ലക്ഷ്യങ്ങളാണ്. എങ്ങനെ ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ആളുകൾക്ക് അറിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് മോട്ടിവേഷൻ ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന മോട്ടിവേഷനായിട്ടുള്ള കാര്യങ്ങൾ ഒരു 4 സ്റ്റെപ്പുകൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് എത്ര വലിയ ഡ്രീം ആയിക്കോട്ടെ, ആ ഡ്രീം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ 4 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് സെറ്റ് ദ ഗോൾ എന്നാണ്. അത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലക്ഷ്യമായിരിക്കണം. ഇപ്പോൾ നമ്മളൊരു അമ്പ് ചെയ്യുമ്പോൾ അർജുന് എന്ന് പറയുന്ന ഒരു പുരാണങ്ങളിലൊരു കഥയുണ്ട്. ഈ പക്ഷിയുടെ കണ്ണുകൾ മാത്രം കണ്ട് അമ്പ് ചെയ്തപ്പോൾ ആ അമ്പ് അർജുൻ്റെ കൃത്യമായി ലക്ഷ്യത്തിലേറ്റു എന്നാണ് അതിൽ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു ഗോളിൽ മാത്രമായിരിക്കണം. അതിന് എന്ത് തടസ്സം ഉണ്ടാവും, അല്ലെങ്കിൽ എന്താവും ഏതാവും എന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്താൻ കഴിയില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത്രയും നമ്മുടെ മനസ്സിൽ ഉറച്ചതായിരിക്കണം എന്നില്ല ആദ്യ ഘട്ടം. രണ്ടാമതായിട്ട് അതിന് പ്ലാനിങ് വേണമെന്നില്ലാണ്. പ്ലാനിങ്ങിന് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഘട്ടങ്ങളിലും ഏത് രീതിയിൽ പ്രവർത്തിക്കണം നമ്മൾ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യണം. മൂന്നാമതായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കാണ്. അപ്പോൾ ഈ പ്ലാനിങ് എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ നോട്ടിലൊക്കെ എഴുതി വെക്കണം, നമ്മുടെ വീടിനൊക്കെ പ്ലാൻ വരക്കുന്ന പോലെ. മൂന്നാമതായിട്ട് ഹാർഡ് വർക്കാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരേ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേടുന്നത് വരെ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെത്തുമ്പോൾ ആദ്യമായിട്ട് ശ്രമിക്കുമ്പോൾ പരാജയപ്പെടും, രണ്ടാമത് ശ്രമിക്കുമ്പോൾ പരാജയപ്പെടും, മൂന്നാമത് ശ്രമിക്കുമ്പോൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ശ്രമിക്കുമ്പോൾ അവസാനം അതിലൊരു സക്സസ് വരുന്നില്ലതാണ്. അപ്പോൾ ഈ ഒരു മോട്ടിവേഷൻ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ഗുഡ്.